ഉരുത്തിരിയുന്ന ചർച്ചകളൊക്കെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമാണ് വി ഡി സതീശൻ ആവണം മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ പ്രബലമായൊരു വികാരം ഉയർന്നു വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഈ വിജയത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? CPM-ൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ് വിസ്മയം ഉണ്ടാകുമെന്ന് പറഞ്ഞതെന്നാണ് വി ഡി സതീശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. നല്ല കമ്മ്യൂണിസ്റ്റുകളെ ചേർത്ത് പിടിക്കണമെന്ന ആഹ്വാനം അണികൾ ഏറ്റെടുത്തു. വോട്ട് ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവരുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല. BJP-ക്ക് 3 സീറ്റുകൾ വെള്ളിത്തളികയിലാക്കി CPM നൽകി. SDPI ബന്ധത്തോടെ CPM-ന്റെ മതേതര മുഖം മൂടി അഴിഞ്ഞു വീണുവെന്നും സതീശൻ പറഞ്ഞു. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥിയുടെ പരിഭവം കണ്ടുവെന്നും സമയക്കുറവ് മൂലമാണ് എല്ലാ മണ്ഡലങ്ങളിലും എത്താൻ കഴിയാതിരുന്നതെന്നും വി ഡി സതീശൻ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. 102 തേരോട്ടവുമായാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. തേരോട്ടം കഴിഞ്ഞ് വിജയത്തിലിരിക്കുമ്പോൾ കേരളത്തിൻ്റെ കണ്ണും മനസ്സുമൊക്കെ ഒരൊറ്റ നേതാവിലേക്കാണ്, വി ഡി സതീശൻ. വി ഡി സതീശൻ എന്തു പറയുന്നു എന്നതാണ് സ്വാഭാവികമായും എല്ലാവരുടെയും ആകാംക്ഷ. അദ്ദേഹം നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു പ്രഭാതമായിരിക്കുമെന്ന്. തീർച്ചയായിട്ടും. കാരണം 2021 കോൺഗ്രസ് നേതൃത്വം എന്നെ ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ അന്ന് മാഡം സോണിയാഗാന്ധി എന്നോട് പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്ന്. എൻ്റെ വാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മാഡത്തിൻ്റെ വാക്ക് വാത്സല്യത്തോടു കൂടിയാണ് എന്നും പെരുമാറിയിട്ടുള്ളത്, ആ വാക്ക് പാലിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ സഹപ്രവർത്തകരെ മുഴുവൻ ഏകോപിപ്പിച്ച് ഉജ്ജ്വലമായ ഒരു വിജയം, UDF-ൻ്റെ ഒരു അതിശക്തമായ തിരിച്ചുവരവ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയാണ് കോൺഗ്രസ് വരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയതാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അഭിമാനം ടീം UDF ആണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു. ഇന്ത്യയിലെ മുഴുവൻ മുന്നണി രാഷ്ട്രീയത്തിനും നമ്മുടെ ടീം UDF ഒരു മാതൃകയാണ്. എങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടതെന്ന് ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. നേതാക്കന്മാർ മാത്രമല്ല, പ്രവർത്തകർ മുഴുവൻ 10,000-കണക്കിന് പ്രവർത്തകരാണ്. ഞാൻ 40 വർഷത്തിനിടയിൽ UDF പ്രവർത്തകർ ഇതുപോലെ ജോലി ചെയ്യുന്ന കണ്ടിട്ടില്ല. എനിക്കതുകൊണ്ടാണ് ഉറപ്പ്, എല്ലാ കാര്യങ്ങളും കൊണ്ട് ഉള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം 5 വർഷം നടത്തിയൊരു അധ്വാനമുണ്ട്. നമ്മൾ പുറത്ത് കാണുന്നത് മാത്രമല്ലല്ലോ, നിശബ്ദമായ പ്രവർത്തനങ്ങളുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ. ആ നിശബ്ദമായ പ്രവർത്തനങ്ങൾ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി എവിടെയാണ് നമുക്ക് തെറ്റ് സംഭവിച്ചത്, എവിടെയാണ് നമുക്ക് കുറവുള്ളത് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ നമ്മളെ വിട്ടുപോയ ആളുകളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ ശ്രമം. ഞാനതുകൊണ്ടാണ് ഒരിക്കൽ പറയാതെ പറഞ്ഞു, കോൺഫെഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടികൾ മാത്രമല്ല UDF, കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല, ഇതൊരു വിശാലമായ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞു. അന്ന് പലരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ല. ഇത് അതിൻ്റെ അപ്പുറമാണ്, വെറും UDF അല്ല, ഇതൊരു വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് മനസ്സിൽ വെച്ചിട്ടാണ് പറഞ്ഞത്.